സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്കം പുക്കാൻ വന്നിതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രമോർത്താളം ഇതുമൊരു മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ജല പ്രവരൻ ഖരൻ താനും യുദ്ധവൈദ്ഗദ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാവണെന്നതു ദൂരം ഭക്തവത്സലനായ ഭഗവാൻ പദ്മേക്ഷണൻ മുക്തിദാനേകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ധാതാവു മൂലം പ്രാർത്ഥിച്ചൊരു കാരണമിതു ഭൂതലേ രഘുകുലേ ഭർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരു വെട്ടുവന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിൻ എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുരച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞഥ രാക്ഷസ പ്രവരനും പൂർവവൃത്താന്തൻ മോർത്താൻ വിദ്വേഷ ബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയിൽ അഖിലേശൻ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവുമുദയാദ്രിമൂർധനി വന്നു തേരിതിയിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാംസി തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനത്രിദൂരം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജനവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവാകിരായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു മുത്ഥാനം ചെയ്തു പൂണ്ടു കൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമീതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൊരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷനായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെന്നേക്കേതും മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മറ്റു നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടപ്പോൾ രാമലക്ഷ്മണന്മാരെന്നിരുവരീതുകാലം കോമളഗാത്രിയായോരം ഘനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നീതവർ ബാലാൽ എന്നുടെ ഭഗിനി തൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും ചെന്നിതു 14,000 നിന്നുതാനേകനായിട്ടെ തീർത്തൂരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനിതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടി അടിവിയിൽ
കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരികിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പംക്തി കന്ധരവാക്യം കേട്ടു മാരിജുനുള്ളിൽ അന്തിച്ചു ഭയത്തോടു വിവണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടേവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്ഥിരിപ്പൊരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിയുക നീ. രാമചന്ദ്രനിലുള്ള ഭീത കൊണ്ടകിതാരിൽ മാമകേ രാജരത്ന രമണിരാധാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനിതൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനുരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടതുന്നു ചൊല്ലുകെന്നതു കേട്ടു. ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടിയെന്ന് മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ.